അതാണ് ആദ്യം ചെയ്യേണ്ടത്. 2012 ഒരു തൗഹീദ്, 2013 വേറെ തൗഹീദ്. എവിടുന്നാണ് നിങ്ങൾ വരുന്നത്? ഞങ്ങൾ പറഞ്ഞല്ലോ, എന്താ നിങ്ങൾ എഴുതാത്തതാ വാദം? നിങ്ങളുടെ വാദത്തിന് ഞങ്ങൾ ഗണ്ണിച്ചു, എന്തേ ഞങ്ങളെ വാദത്തിന് നിങ്ങൾ ഗണ്ണിക്കാത്തത്? നിങ്ങളെ ഒരു വൺവേണത്, ഇത് ഞങ്ങൾക്കൊരു വാദം നിങ്ങൾക്കൊരു വാദം, രണ്ടും അംഗീകരിക്കുമ്പോഴല്ലേ ഇത് വാദപ്രതിവാദാകുക? നിങ്ങൾ പറഞ്ഞു യാ ഇബാദല്ലയിൽ മഹാന്മാര് പെടൂല, ഞങ്ങൾ എഴുതിപ്പെടും. ഇതേപോലെ യാ ഇബാദല്ലയിൽ ശിർക്കില്ലെന്ന് പറഞ്ഞതോടെ നിങ്ങളെ തൗഹീദ് പൊളിഞ്ഞു എന്ന് ഞങ്ങൾ പറയുന്നു. എഴുതാൻ തന്റെ ഇടമുള്ള സക്കരിയാക്കളുണ്ടോ? ഉണ്ടെങ്കിൽ എഴുതി. ആൺകുട്ടികളാണെങ്കിൽ എഴുതി. മുജാഹിദ് കേരളം നിങ്ങളെ കൈകാര്യം ചെയ്യും. മുജാഹിദ് കേരളം നിങ്ങളെ കൈകാര്യം ചെയ്യും. നിങ്ങളോടാ ചോദിച്ചത്. സക്കരിയ ഇതാ 2 പുസ്തകവും ഞങ്ങൾ എടുത്തു. അബ്ദുൽ ഹക്ക് സുല്ലമിയുടെ പുസ്തകം എടുത്തു, അൽമനാർ. അതുപോലെ തന്നെ നിങ്ങളെ ഇസ്ലാഹും എടുത്തു. ഇത് രണ്ടും പറയുന്നത് പരസ്പര വിരുദ്ധമാണ്. പിന്നെ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി പറഞ്ഞു, മൗലവി ലാ തസ്കുവന്ന ലി അഹദിൻ മിൻ ഖൽഖി. അഹദ് പറഞ്ഞാൽ ജിന്നു വിടോ, മലക്ക് പെടോ, മനുഷ്യൻ പെടോ? പറയണം നിങ്ങൾ സമൂഹത്തോട്, ജിന്ന് പെടുമോ, മലക്ക് പെടുമോ? ഇനി സങ്കല്പിച്ചാൽ തന്നെ കേൾക്കും, മയ്യത്ത് കേൾക്കും സ്ഥാപിക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ട് യാതൊരു കാര്യമല്ല. കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെ മസ്തജാബൂലക്കും, നിങ്ങൾക്ക് അവർ ഉത്തരം നൽകുന്നതല്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശ്ശിർകിക്കും. കണ്ടോ, ഖിയാമത്ത് നാളിൽ നിങ്ങളുടെ ഈ ശിർക്കിനെ അവർ തള്ളിപ്പറയും, നിഷേധിക്കും. സൂക്ഷ്മജ്ഞാനിയായ അള്ളാഹുവിനെ പോലെ ഈ വിവരം നിനക്ക് നേരത്തെ പറഞ്ഞു തരാൻ വേറെ ആരുമില്ല. അപ്പൊ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കില്ല, കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ ഉത്തരം നൽകില്ല. അത് ശിർക്കാണ്. ആ പങ്കുചേർത്തത്തിന് അവർ തള്ളി പറയുമെന്ന് ഖുർആൻ വ്യക്തമായി പഠിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ. അതല്ല ശിർക്കല്ല പറഞ്ഞത്. ഏതാണ് അതല്ല പറഞ്ഞോണ്ടിരുന്നത്? എത്തിയിട്ടുണ്ട്, ശ്രദ്ധിക്ക്. അതാ പറഞ്ഞത്. അതായത് റഖീബ് അതീദ് നമ്മുടെ സംസാരം കേൾക്കും, എന്നാൽ റഖീബ് അതീദ് നമ്മുടെ ദുആ കേൾക്കൂല. അതാ വ്യത്യാസം. ഇൻതദഉഹും ലാ യസ്മഉ ദുആക്കും. റഖീബ് അതീദ് ഞാൻ വിളിച്ചാ റഖീബ് കേൾക്കൂല. ഞാൻ ഇപ്പൊ വിളിക്കാണ്, റഖീബ് അതീദ് എന്ന് വിളിച്ചാൽ കേൾക്കൂല. മിൻ ഖൗലിൻ ഇല്ലാ റഖീബുൻ അതീദ് വിളിച്ചാൽ കേൾക്കൂല, ദുആ കേൾക്കൂല, സംസാരം കേൾക്കുള്ളൂ. അതെ, അതാണ് വ്യത്യാസം. ആ ദുആ അല്ലാത്ത വിളി ഏതാണ്? ദുആത്തെ വിളിയില്ലേ? ഏതാണ്? കാരണം വിളി കേട്ടല്ലോ. അതാ ഞാൻ ആദ്യത്തിൽ ചോദിച്ചത്. അതിനാണ് നമ്മളെ ബഹുമാനപ്പെട്ട കാന്തപുരം പറഞ്ഞത് തന്നെ. എല്ലാ വിളിയും ഇപ്പൊ നിങ്ങൾ പറഞ്ഞതല്ലേ, ശിർക്കാകുന്ന വിളിയുണ്ട്, ശിർക്കല്ലാത്ത വിളിയുണ്ട്. നിങ്ങളും പറയുന്നതാണ്. ഇപ്പൊ നിങ്ങളോടുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ അതില് സഹായതേട്ടത്തില് ശിർക്കാകുന്നതുണ്ട്, ഇല്ലാത്തതുണ്ട്. അല്ല, അതല്ല പറഞ്ഞു. പക്ഷെ ഏതാണ് വേർതിരിച്ച് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം നിങ്ങൾ. അതിനാണ് ഈ ഉദാഹരണം തന്നെ മതി. ഏത്? റഖീബും അതീദും നമ്മുടെ വിളി കേൾക്കുന്നു, പ്രാർത്ഥന കേൾക്കൂല. ഞാൻ ഇപ്പൊ റഖീബ് അതീദ് പ്രാർത്ഥിച്ചു, കേൾക്കൂല. അവർ കേട്ടില്ല. ഇല്ല, പ്രാർത്ഥന കേൾക്കൂല. പ്രാർത്ഥന കേൾക്കാൻ വിളിച്ചാൽ റഖീബ് എന്നെ രക്ഷിക്കണേ, അല്ലെങ്കിൽ റഖീബ് എന്റെ കിതാബില് ഇപ്പൊ നിങ്ങൾ എഴുതി വെച്ചതിൽ എന്തെങ്കിലും ഒരു തിരുത്ത് കൊടുക്കണം, ഞാൻ പറഞ്ഞ് തെറ്റിപ്പോയതാണ്, തിരുത്തണം എന്ന് പറഞ്ഞാൽ അതവർ കേൾക്കൂല. ആ വിളി കേൾക്കും, പ്രാർത്ഥന കേൾക്കൂല. കാരണം ദുആ കേൾക്കാൻ അല്ലാഹ്ക്കേ കഴിയുള്ളൂ. ആ ഖുർആൻ കേൾക്കും, കേൾക്കൂല. പക്ഷെ ഉത്തരം മാത്രമല്ല അല്ല പറഞ്ഞത്. ഇങ്ങനത്തെ ചില ആൾക്കാർ അവസാനത്തെ കാലത്ത് വരും എന്ന് വിചാരിച്ചിട്ടാണ് ചിലപ്പോ അല്ല പറഞ്ഞത്. ജിന്നും മലക്കും അഭൗതികമാണ് എന്ന് ചില ആളുകൾ പറഞ്ഞു വെച്ചപ്പോൾ, ശ്രദ്ധിക്കുന്നില്ല, ജിന്നും മലക്കും അഭൗതികമാണ് എന്ന് ചില ആളുകൾ പറഞ്ഞു വെച്ചപ്പോൾ ഉണ്ടായ ചില അപകടങ്ങൾ. അപ്പൊ ജിന്ന് കാണും എന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കാവും. മലക്കുകൾ കാണും, കേൾക്കും, സഹായിക്കും എന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കാവും അവരെ വീക്ഷണപ്രകാരം. മനുഷ്യരെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനകളിൽ ശിർക്കായതും വസിയത്തു ശിർക്കായവയും ഉണ്ട്. അതിനാൽ എല്ലാം ഹറാമാകുന്നു. ജിന്നും മലക്കും അഭൗതികമാണ് എന്ന് ചില ആളുകൾ പറഞ്ഞു വെച്ചപ്പോൾ, ശ്രദ്ധിക്കുന്നില്ല, ജിന്നും മലക്കും അഭൗതികമാണ് എന്ന് ചില ആളുകൾ പറഞ്ഞു വെച്ചപ്പോൾ ഉണ്ടായ ചില അപകടം. മനുഷ്യരെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനകളിൽ ശിർക്കായതും വസിയത്തു ശിർക്കായവയും ഉണ്ട്. അതിനാൽ എല്ലാം ഹറാമാകുന്നു. ശിർക്കാണ്. നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ, ആരോടൊക്കെ പ്രാർത്ഥിക്കുന്ന അവരൊക്കെ പെട്ടതില്, ഉസൈർ പെട്ട്, ഈസാ നബി പെട്ട്,
ലാത്തവിട്ട് എല്ലാവരും വിട്ട് ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആക്കും, നിങ്ങളെ പ്രാർത്ഥന അവർ കേൾക്കുന്നതല്ല. വലൗ സമിഉ, ഇനി സങ്കൽപ്പിച്ചാൽ തന്നെ കേൾക്കും, മയ്യത്ത് കേൾക്കും സ്ഥാപിക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ട് യാതൊരു കാര്യമല്ല. കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെ മസ്തജാബു ലക്കും, നിങ്ങൾക്ക് അവർ ഉത്തരം നൽകുന്നതല്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശ്ശിർക്കിക്കും, കണ്ടോ, ഖിയാമത്ത് നാളിൽ നിങ്ങളുടെ ഈ ശിർക്കിനെ അവർ തള്ളിപ്പറയും, നിഷേധിക്കും. ഫലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, സൂക്ഷ്മജ്ഞാനിയായ അല്ലാഹുവിനെ പോലെ ഈ വിവരം നിനക്ക് നേരത്തെ പറഞ്ഞു തരാൻ വേറെ ആരുമില്ല. അപ്പൊ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കില്ല, കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ ഉത്തരം നൽകില്ല, അത് ശിർക്കാണ്. ആ പങ്കുചേർത്തത്തിന് അവർ തള്ളി പറയുമെന്ന് ഖുർആൻ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇതൊക്കെ ബിംബങ്ങൾക്ക് മാത്രം ബാധകമായ ആയത്തുകളാണ്, ഞങ്ങൾക്കൊന്നും ഇത് ബാധകമല്ല എന്നാണ്. എന്നാൽ ഈ ആയത്തിനെ തന്നെ വിശദീകരിച്ചുകൊണ്ട് ഖുർത്തുബി പറയുന്നു, ثم يجوز أن يرجع هذا إلى المعبودين مما يعقل كالملائكة والجن والأنبياء والشياطين. ബിംബങ്ങളാണ് അവിടെ പ്രഥമ അഭിസംബോധിതരായ മക്കാ മുശ്രിക്കുകൾ ബിംബങ്ങളെയാണ് ആരാധിക്കുന്നത്. ബിംബം എന്ന് പറഞ്ഞാൽ ബിംബമാകുന്ന കല്ലിനെയല്ല യഥാർത്ഥത്തിൽ അവർ ലക്ഷ്യം വെക്കുന്നത്. അത് പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. ബിംബം എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു മഹാന്റെ പ്രതീകമാണ്. ആ മഹാനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു പ്രതീകം എന്ന നിലക്ക് മാത്രമാണ് ബിംബത്തെ സ്ഥാപിക്കുന്നത്. ഏതെങ്കിലും ഒരു മഹാനെ പ്രതിനിധാനം ചെയ്യുമ്പോൾ മാത്രമാണ് ബിംബം ബിംബമാകുന്നത്, അല്ലെങ്കിൽ വെറും കല്ല് മാത്രമാണ്. അത് പറഞ്ഞ ശേഷം, ബിംബങ്ങളെ കുറിച്ച് പറഞ്ഞ ശേഷം പിന്നീട് ഇത് എല്ലാ ആരാധ്യരിലേക്കും മടങ്ങാവുന്നതാണ്. ഗ്രാഹ്യശേഷിയുള്ള മലക്കുകളെ പോലെ, ജിന്നുകളെ പോലെ, അമ്പിയാക്കളെ പോലെ, ശൈത്താനുകളെ പോലെ. അയ്യജ്ഹദൂന അൻ യകൂന മാ ഫഅൽതുമുഹു ഹഖ്ഖാ വഅന്നഹും അമറുകും ബിഇബാദതിഹിം കമാ അഖ്ബറ അൻ ഈസാ ബിഖൗലിഹി മാ യകൂനു ലി അൻ നഖൂല മാ ലൈസ ലീ ബിഹഖ്ഖിൻ. കണ്ടോ, അവരോട് ഇബാദത്തിന് വേണ്ടി കൽപ്പിച്ചിട്ടില്ലെന്നും നിങ്ങൾ ഈ ചെയ്തിരുന്ന